നിങ്ങൾ സ്പോട്ടിഫൈ യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ യൂട്യൂബ് ചാനലിലും ഉണ്ണി വ്ളോഗ്സ്, ഇനി ഫയൽ, സിൽമ ടോക്സ്, ടെക് തുടങ്ങി വിവിധ ചാനലുകളിലായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നമ്മൾ സ്പോട്ടിഫൈയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സ്പോട്ടിഫൈ യൂസർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ സ്പോട്ടിഫൈ ചാനലിലേക്കുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ ഉണ്ണി വ്ളോഗ്സ് എന്ന് സെർച്ച് ചെയ്താൽ സ്പോട്ടിഫൈയിൽ എൻ്റെ ചാനൽ കിട്ടും. ഒന്ന് ഫോളോ ചെയ്തേക്കാം. അങ്ങനെ ഈ മാർച്ച് മാസം നമ്മൾ ആവേശത്തോടെ കാത്തിരുന്ന ക്ലാഷ് ഓഫ് ടൈറ്റൻസ് എന്നൊക്കെ പറയാവുന്ന ദുരന്തർ 2 വേഴ്സസ് ടോക്സിക് ആ ഒരു സംഭവം നടക്കില്ല. കാരണം ടോക്സിക്കിൻ്റെ റിലീസ് അവർ മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒക്കെ നിലനിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു പടം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ പ്രശ്നം തന്നെയാണ് അതിൻ്റെ പിന്നിലെ പ്രധാന കാരണം. അതൊക്കെ വ്യക്തമാക്കിയിട്ട് അവരൊരു കുറിപ്പൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ. ടോക്സിക്കിൻ്റെ റിലീസ് ഡേറ്റ് മാർച്ച് 19 നിന്ന് ജൂൺ 4 മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ദുരന്തറിനെ പേടിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആരോപണങ്ങളും ഇതിനിടയിൽ കൂടി നടക്കുന്നുണ്ട്. ദുരന്തറിനെ സംബന്ധിച്ച് ഇന്ത്യ ഒഴികെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ റിലീസ് അവരെ അത്ര ബാധിക്കുന്ന ഒരു വിഷയമൊന്നുമല്ല. മിക്കവാറും GCCയിൽ ബാൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതേസമയം ടോക്സിക്കിനെ സംബന്ധിച്ച് GCC അടക്കമുള്ള രാജ്യങ്ങളിലെ കളക്ഷൻ ഒരു വലിയ ഘടകമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ റിലീസ് മാറ്റി വെച്ചിട്ടുണ്ട്. ദുരന്തറിൻ്റെ കാര്യം എന്താണ്, ദുരന്തർ 2ൻ്റെ കാര്യം എന്താണ് എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ വരുന്ന മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലായി അടുത്തൊരു 3-4 മാസത്തിനിടയ്ക്ക് നമ്മൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളുടെ ഒരു ലിസ്റ്റാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ യാഷിൻ്റെ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സ് നമുക്ക് ജൂൺ 4 കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമ്മൾ ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മലയാള സിനിമകളിൽ നിന്ന് ആരംഭിക്കാനാണെങ്കിൽ ഏപ്രിൽ മാസം 2 ദൃശ്യം 3 റിലീസിനെത്തുന്നത്. ലാലേട്ടൻ, ജോർജ് കുട്ടിയെ അഭിനയിച്ച ദൃശ്യം 1ഉം 2ഉം ഒക്കെ ഉണ്ടാക്കിയ വിജയ ഓളം ദൃശ്യം 3ക്കും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ ആളുകൾ കാത്തിരിക്കുകയാണ്. ഈ ഒരു ഫ്രാഞ്ചൈസിയിൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ഒരുപാട് ലൂപ്പ് ഹോൾസ് പലരും കണ്ടെത്തി. അത് വെച്ചിട്ടാണോ സെക്കൻഡ് പാർട്ട് ഇറക്കുന്നതെന്ന് നോക്കി. പക്ഷേ സെക്കൻഡ് പാർട്ടിൽ കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി തേർഡ് പാർട്ടിലേക്ക് വരുമ്പോഴും ഒരുപാട് ഫാൻ തിയറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ പോസ്റ്ററുകളൊക്കെ റിലീസായതിനു ശേഷം പല ആളുകളും ഇത് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. 3ൽ എന്താണ് സംഭവിക്കുക എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരുന്നേ പറ്റൂ. അടുത്ത മലയാള സിനിമ, ഏറ്റവും അധികം ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന സിനിമ, ഏപ്രിൽ 23 റിലീസിന് വരുന്നത് പേട്രിയറ്റ് എന്ന് പറയുന്ന സിനിമ. മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിക്കുന്നു. മഹേഷ് നാരായണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നു. അതിൻ്റെ ഒരു ടീസർ കട്ട് വന്ന സമയത്തും പോസ്റ്റേഴ്സ് റിലീസാവുന്ന സമയത്തും ഒക്കെ ചർച്ചകൾ ഉണ്ടാവുന്നുണ്ട്. പോസിറ്റീവായി നെഗറ്റീവായി ഒക്കെ പല ആളുകളും സംസാരിക്കുന്നുണ്ട്. അതിലെ താരനിരയാണ് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുക. മോഹൻലാലും മമ്മൂട്ടി മാത്രമല്ല, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, ആസിഫ് അലി, നയൻതാര, രേവതി, പ്രകാശ് ബലവാടി, ദർശന, ജറിൻ തുടങ്ങിയ ഒരു വലിയ താരനിരയുമായിട്ട് വരുന്ന സിനിമയാണ്. എല്ലാവരും അതിഗംഭീര പ്രകടനങ്ങൾ നടത്താൻ കെൽപ്പുള്ള പ്രതിഭകളാണ്. അപ്പോൾ അതൊരു വൻ പരിപാടി തന്നെയായിരിക്കും. ഇത്രയും ആളുകൾ വരുന്നു, ദേശസ്നേഹം ഒരു വിഷയമായിട്ട് വരുന്നു, നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി ഒക്കെ ഒരു വലിയ വിഷയമായിട്ട് വരുമ്പോൾ ഈ താരങ്ങളെ എങ്ങനെയായിരിക്കും മഹേഷ് നാരായണൻ ഉപയോഗിക്കാൻ അറിയാനുള്ള ഒരു ആകാംക്ഷയുടെ പുറത്താണ് നമ്മൾ അതിന് കാത്തിരിക്കുന്നത്. ഏപ്രിൽ 23 വരെയാണ് ആ കാത്തിരിപ്പ് നീണ്ടു നിൽക്കുക. മാർച്ച് 19 ഒരു പ്രാവശ്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ ലിസ്റ്റ് പറയുന്നത്, നമ്മുടെ ഒരു പ്രതീക്ഷയുടെയും കൂടി അടിസ്ഥാനത്തിലാണ്. മാർച്ച് 19 റിലീസിനെത്തുന്ന ആട് 3ാം ഭാഗം, അതൊരു വലിയ പ്രതീക്ഷയുമായി ഒരു വലിയ ഫാൻ ബേസ് കാത്തു നിൽക്കുന്ന സിനിമയാണ്. മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമ. ആദ്യത്തെ പാർട്ട് തിയേറ്ററിൽ വിജയമായില്ല, പക്ഷേ അതിൻ്റെ CD, DVD ഒക്കെ റിലീസായ സമയത്ത് വൻ ഓളമായിരുന്നു. കോളേജുകളും ക്യാമ്പസുകളൊക്കെ എടുത്ത് ആഘോഷമാക്കിയ ഷാജി പാപ്പനും കൂട്ടുകാരും വീണ്ടും തിയേറ്ററിലേക്ക് എത്തുന്നു. ഇതിനകത്ത് അവർ 2 കാലഘട്ടങ്ങളിലുള്ള ഈ പറയുന്ന ഇതേ ആളുകൾ തന്നെ 2 കാലഘട്ടങ്ങളിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ പുനർജന്മ സംഗമം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പരിപാടിയൊക്കെ ആയിരിക്കാം. ഒരു ജോണർ ചേഞ്ച് തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് മിഥുൻ മാനുവൽ തോമസ് ഒരു ക്ലൂ തന്നിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഇതുവരെ റിലീസായിട്ടുള്ള ട്രെയിലർ കട്ട്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു രീതിയിലാണ്. വളരെ ഐക്കോണിക്കായി മാറിയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഓരോ ക്യാരക്ടേഴ്സും എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. അതിൽ നിന്നുകൊണ്ട് അവർക്കിതിനെ എങ്ങനെ കൂടുതൽ പൊലിപ്പിച്ചെടുക്കാൻ പറ്റും, എങ്ങനെ അത് ഗംഭീരമാക്കി വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും എന്നറിയാൻ തീർച്ചയായും വളരെയധികം ആകാംക്ഷയോടുകൂടി നമ്മൾ ആട് 3ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. മാർച്ച് 19 റിലീസിനെത്തും. മെയ് 14 റിലീസിനെത്തുന്ന കാട്ടാളനും വലിയ പ്രതീക്ഷ തന്നെയാണ്. ഷെരീഫ് മുഹമ്മദ്, മാർക്കോ നിർമ്മിച്ചിട്ടുള്ള അതേ ആൾക്കാർ തന്നെയാണ് കാട്ടാളനും നിർമ്മിക്കുന്നത്. ആ സിനിമയുടെ ഒരു വലിയ വിജയം അതിൻ്റെ മാർക്കറ്റിംഗ് സൈഡ് തന്നെയായിരുന്നു. കാട്ടാളൻ്റെയും മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് അറിയാൻ നമ്മളും കാത്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു ടീസർ കട്ട് അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആനകളുമായിട്ട് ഒക്കെ നിൽക്കുന്ന അങ്ങനത്തെ കുറച്ച് ഫൈറ്റും കാര്യങ്ങളും
കാര്യങ്ങളും. അപ്പോൾ അത് VFX ആണോ AI ആണോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഒറിജിനൽ ആനകളെ വെച്ചിട്ടാണ് അവർ ഷൂട്ട് ചെയ്തതെന്ന് അതിൻ്റെ BTS വീഡിയോ ഒക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ അത്രയും റിസ്ക് എടുത്ത് അവരിത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ അത്രയും പ്രതീക്ഷിക്കുന്നുണ്ടാവുമല്ലോ. പിന്നെ കിൻഡൽ ഇടിമച്ചാൻ ആൻ്റണി വർഗീസ് പെപ്പെ അയാളുടെ തട്ടകമായിട്ടുള്ള ഇടിപരിപാടിയിലേക്ക് വരുമ്പോൾ തീർച്ചയായും നമ്മൾ വളരെയധികം പ്രതീക്ഷകളോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. പോൾ ജോർജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്ക് വേണ്ടി ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത് ഉണ്ണിയാറാണ്. അജ്നീഷ് ലോക്നാഥാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അതും പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. മെയ് 14 തീയതിയാണ് കാട്ടാളൻ നമ്മുടെ അടുത്ത് എത്തുക. അധികം അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ലാത്ത വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ എന്ന് വെച്ചാൽ കുറച്ച് പോസ്റ്ററും കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ നമുക്കത് മതിയല്ലോ. ബേസിലിൻ്റെ സിനിമ അതിരടി മെയ് 14 തീയതിയാണ് സിനിമ റിലീസിനെത്തുന്നത്. അരുൺ അനിരുദ്ധനാണ് സംവിധാനം ചെയ്യുന്നത്. ബേസിൽ ജോസഫ് ഇതിൻ്റെ പ്രൊഡ്യൂസർ ആയിട്ടുണ്ട്. ബേസിൽ പൈസ മുടക്കുന്നു എന്ന് പറയുമ്പോൾ പുള്ളിയുടെ ഈ ബേസിൽ ജോസഫ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒരു വീഡിയോ ഒക്കെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഭയങ്കര രസമായിരുന്നു, ബേസിലിൻ്റെ ആ ചിരിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ അവർ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ അതിൽ ഈ ഫൺ എലമെൻറ്റ്, ഹ്യൂമറിന് വളരെയധികം പ്രാധാന്യം ഉണ്ടാവുമല്ലോ. ഓൾറെഡി പുറത്തിറങ്ങിയിട്ടുള്ള ഷാൻ റഹ്മാൻ്റെ ഒരു പോസ്റ്റർ ഉണ്ട്, അതുപോലെ നമ്മുടെ ഡെലുലു റിയ ഷിബുവിൻ്റെ ഒരു പോസ്റ്റർ, വിനീത് ശ്രീനിവാസൻ്റെ ഒരു പോസ്റ്റർ. ഇതെല്ലാം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു ഫൺ പാക്ഡ് എൻ്റർടൈൻമെൻറ്റ് പടമായിരിക്കും ഇതെന്ന് പറയുന്ന ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. അത് നമുക്ക് മെയ് 14 തീയതി അറിയാം. ഏപ്രിൽ 9 തീയതി റിലീസിനെത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന പള്ളിച്ചട്ടമ്പിയും തീർച്ചയായും പ്രതീക്ഷകളുള്ള സിനിമയാണ്. ജനഗണമന സംവിധാനം ചെയ്തിട്ടുള്ള ഡിജോ ജോസ് ആൻ്റണിയാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. സുരേഷ് ബാബുവാണ് തിരക്കഥ എഴുതിയിട്ടുള്ളത്. ജെയ്ക്സ് വിജോയുടെ മ്യൂസിക്കാണ്. ടൊവിനോ തോമസും കയാദു ലോഹറുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഓൾറെഡി അതിൻ്റെ ഒരു പാട്ട് റിലീസായിട്ടുണ്ട്. അത് അത്യാവശ്യം യൂട്യൂബിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പള്ളിച്ചട്ടമ്പി ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ചട്ടമ്പി ആയിരുന്ന ഒരാളുടെ അങ്ങനത്തെ ഒരു കഥയൊക്കെ ആയിരിക്കണമല്ലോ. അപ്പോൾ കുറച്ച് കാലം മുമ്പാണ് ചട്ടമ്പി എന്നുള്ള വാക്ക് തന്നെ നമ്മൾ ഉപയോഗത്തിൽ നിന്ന് മാറിപ്പോയിട്ട് എത്രയോ കാലങ്ങളായിട്ടുണ്ട്. അപ്പം അത്രയും മുൻപത്തെ ഒരു കഥയും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അതിനെ എങ്ങനെ സ്ക്രീനിൽ കൊണ്ടുവരുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡിജോ ജോസ് ആൻ്റണി ഒരു ഗംഭീര സംവിധായകനാണ്. നല്ല എഴുത്തുകളാണ് അദ്ദേഹത്തിന് ആവശ്യമെന്ന് മുൻ സിനിമകളിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട്. അതിനെ ഗംഭീരമായിട്ട് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് പറ്റും. അപ്പോൾ ഈ സിനിമ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് ഏപ്രിൽ 9 തീയതി അറിയാം. ടോക്സിക്കിൻ്റെ റിലീസ് മാറ്റിവെച്ചതുപോലെ മറ്റൊരു സിനിമയുടെ കൂടി റിലീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നാനി നായകനായിട്ടുള്ള ദി പാരഡൈസ് എന്ന് പറയുന്ന സിനിമ. അതിൻ്റെ ഒരു പാട്ടൊക്കെ വന്നിട്ട് നാനി 40-ാം വയസ്സിലും ഡാൻസ് കളിക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചൊരു ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു. മാർച്ച് 26 തീയതിയാണ് അതിൻ്റെ റിലീസ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ അത് ഓഗസ്റ്റ് 21 തീയതിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ മാറ്റി വെച്ചിട്ട് ഇനി എപ്പോൾ വരും എന്ന് അറിയാൻ നമ്മൾ കാത്തിരിക്കുന്ന സിനിമ ജനനായകനാണ്. അത് ജനുവരിയിൽ റിലീസ് ആവേണ്ടതായിരുന്നു. പക്ഷേ ജനനായകനെ മമിത തന്നെ അവരുടെ പരിപാടിയിൽ പറഞ്ഞ പോലെ നാളെ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുന്നു. കേസും കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വിജയ്ക്ക് അത് സോൾവ് ചെയ്ത് ഒരു തിരക്കിടില്ലാത്ത രീതിയിൽ പോകണം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അടുത്തടുത്ത സ്പീച്ചുകൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു റബൽ മൂഡിൽ തന്നെയാണ്. എന്തായാലും ബാലയ്യയുടെ ഭഗവൻ കേസരിയുടെ റീമേക്ക് ആണെന്നുള്ളത് അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ വന്ന സമയത്തെ പലരും ഊഹിച്ചിട്ടൊക്കെ ഉള്ളതാണ്. എച്ച് വിനോദാണ് ആ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം തന്നെയാണ് ഈ സിനിമയും ഒരുക്കുന്നത്. അപ്പോൾ ആ ഒരു റീമേക്ക് എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ ജനനായകൻ കാണാത്തത് നമുക്കൊരു നഷ്ടമല്ല. പക്ഷേ വിജയ്യെ അദ്ദേഹം ഇതുവരെ പ്രഖ്യാപിച്ചത് വെച്ച് അദ്ദേഹത്തെ തിയേറ്ററിൽ കാണാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ലേറ്റസ്റ്റ് റിലീസ്, ഇപ്പോൾ ഒരുപാട് റിലീസ് ചെയ്യാൻ പറ്റിയ പടങ്ങൾ മച്ചാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നമ്മളൊരു പുതിയ പടം തിയേറ്ററിൽ കാണുന്ന, അദ്ദേഹത്തിനെ തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന അവസാനത്തെ അവസരമാണ്. അങ്ങനെ ആരാധകർ കാത്തിരിക്കുന്ന ഒരു സിനിമയായിട്ട് അത് ഇങ്ങനെ വൈകുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. എന്തായാലും ജനനായകൻ്റെ റിലീസ് അടുത്തൊരു 3-4 മാസത്തിനുള്ളിൽ സംഭവിച്ചാൽ ഇറ്റ്സ് ഗുഡ്. ഇനിയാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദുരന്തർ 2. മാർച്ച് 19 തീയതിയാണ് സിനിമ റിലീസിനെത്തുന്നത്. ദുരന്തർ 1 കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി വർക്കാവാത്ത സിനിമയാണ്. എന്ന് വെച്ചാൽ അവർ സിനിമാറ്റിക്കലി ഗംഭീരമായിട്ട് എടുത്തു വെക്കുന്ന സമയത്തും അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, ആ പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത്, പിന്നെ അതിൻ്റെ ഒരു ബേസ് കഥ എന്താണ് എന്നൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് അത് നെറ്റ്ഫ്ലിക്സിൽ വന്നതിന് ശേഷവും പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ദുരന്തർ 1ൻ്റെ ട്രെയിലറിൽ അവർ ഉൾപ്പെടുത്തിയിരുന്ന പല കാര്യങ്ങളും സിനിമയിൽ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുന്നൊരു നിരാശയും സിനിമ കാണുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ ദൈർഘ്യം, പക്ഷേ ആ ദൈർഘ്യത്തിനേക്കാൾ കൂടുതൽ ഞങ്ങൾ പറഞ്ഞ് തീരുന്നില്ല, ഇനിയും കിടക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ദുരന്തർ 2ൻ്റെ നിലവിൽ കേട്ടിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഏതാണ്ട് 4 മണിക്കൂറാണ്. 2 ഇൻ്റർവെൽ ഉണ്ടാവുമോ എന്നൊക്കെയുള്ള കുറേ കിംവദന്തികളും പല സൈഡിൽ നിന്നും കേൾക്കുന്നുണ്ട്. എന്താവും സംഭവം എന്നറിയില്ല. തീർച്ചയായും 1400 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയെന്നെന്തോ ആണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ഇത് OTTയിൽ വന്നതിന് ശേഷം, അതായത് തിയേറ്ററിൽ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഗ്യാങ് ഉണ്ടാവും, അത് കഴിഞ്ഞ് OTTയിൽ കണ്ട് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. അപ്പോൾ ഒരു വലിയ ജനസമൂഹം കാത്തിരിക്കുകയാണ് ദുരന്തർ 2 കാണാൻ വേണ്ടിയിട്ട്. തീർച്ചയായും അത് മാർച്ച് 19 തീയതി നമുക്കറിയാം എന്താകും എന്നുള്ളത്. അതുപോലെ ജൂൺ 12 തീയതിയാണ് ജയിലർ 2 റിലീസിന് വരുന്നത്. നമ്മുടെ രജനീകാന്ത്, അദ്ദേഹം കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ലാലേട്ടനും ശിവരാജ് കുമാറും ഒക്കെ ക്യാമിയോ അപ്പിയറൻസ് ആയിട്ട് വന്നിട്ടുള്ള വളരെ ഹിറ്റായിട്ടുള്ള ജയിലർ, അതിൻ്റെ സെക്കൻഡ് പാർട്ട് നെൽസൺ തന്നെയാണ് ഈ സിനിമയും സംവിധാനം ചെയ്യുന്നത്.
ചെയ്തിരിക്കുന്നത്. ഇതിൽ ഷാറൂഖ് ഖാൻ ഉണ്ടാകും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ പോകുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. വിക്കിപീഡിയ നോക്കുമ്പോൾ ഷാറൂഖ് ഖാൻ ക്യാമിയോ അപ്പിയറൻസ് ഉണ്ടെന്ന് അവർ ഉറപ്പിച്ച് കഴിഞ്ഞു. എന്തായാലും അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ജൂൺ 12 സിനിമ റിലീസാവും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഏപ്രിൽ 30 റിലീസിന് തയ്യാറെടുക്കുകയാണ് നമ്മുടെ രാം ചരണിൻ്റെ പെഡി. വളരെയധികം പ്രതീക്ഷകളോടുകൂടി പുള്ളി ക്രിക്കറ്റ് കളിക്കുന്നതിൻ്റെ ഫൂട്ടേജും കാര്യങ്ങളൊക്കെ ആ കട്ട്സൊക്കെ വന്ന സമയത്ത് ഒരുപാട് പേര് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണത്. 27 മാർച്ചിന് റിലീസാവും എന്നാണ് അവർ പറഞ്ഞിരുന്നതെങ്കിലും അതിൻ്റെ റിലീസ് ഡേറ്റ് 30 ഏപ്രിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ബുച്ചി ബാബു സനയാണ് ഇത് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള സംവിധായകനാണ്. ജാൻവി കപൂറും ശിവരാജ് കുമാറും ഒക്കെയാണ് രാം ചരണിനോടൊപ്പം ഈ സിനിമയിലുള്ളത്. നമുക്ക് കാത്തിരിക്കാം എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. രാം ചരണിൻ്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഇത്രയും പടങ്ങൾ 8 നിലയിൽ പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും അയാളുടെ ഒരു സ്റ്റാർ ഇമേജ് അവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാനുള്ള ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടാവുന്നത് പോലെ. അപ്പോൾ നമുക്ക് പെഡിക്ക് വേണ്ടി 30 ഏപ്രിൽ വരെ കാത്തിരിക്കാം. നെക്സ്റ്റ് സർദാർ 2 ആണ്. കാർത്തി നായകനായ വളരെ ഹിറ്റായിട്ടുള്ള സർദാർ എന്ന് പറയുന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട്. അത് സമ്മർ ഓഫ് 2026 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ അതിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടില്ല. സമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു കണക്കനുസരിച്ച് മെയ് മാസത്തോടുകൂടി അവസാനിക്കേണ്ടതാണ്. പിന്നെ ഈ കാലാവസ്ഥ വ്യതിയാനമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് പറയാൻ പറ്റില്ല. അതുപോലെ സെൻസർ ബോർഡാണല്ലോ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. സർദാർ 2 ആരെങ്കിലും ബീഫ് കഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ സർദാറിൻ്റെ കാര്യം പോക്കാണ് എന്നാണ് അതിൽ പറയാനുള്ളത്. ആൻഡ് ബാറ്റിൽ ഓഫ് ഗൽവാൻ എന്ന് പറയുന്ന ഒരു സിനിമ ഏപ്രിൽ 17 റിലീസിന് തയ്യാറെടുക്കുന്നുണ്ട്. സൽമാൻ ഖാനാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഇന്ത്യ ചൈന ബോർഡറിൽ ഉണ്ടാവുന്ന ടെൻഷൻസ്, യുദ്ധം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ഗൽവാൻ റീജിയണിൽ നടന്നിട്ടുള്ള ഒരു സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ വരുന്നത്. ഇതിൻ്റെ ടീസർ ഞാൻ കണ്ടു നോക്കിയപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പഞ്ച് ഫീൽ ചെയ്തില്ല. സൽമാൻ ഖാൻ തന്നെ അങ്ങനെ നിൽക്കുന്നു എന്ന് പറയുന്നത്. നമ്മൾ ഈ ആർമി സിനിമകളൊക്കെ കാണുന്ന സമയത്ത് അവിടെ ലീഡ് ചെയ്യുന്ന ഒരാളുണ്ടാവും, പക്ഷേ വേറെയും കുറച്ച് ആൾക്കാരും കൂടി ഉണ്ടാവും. നമ്മുടെ രക്തം തിളപ്പിക്കുന്നത് ചിലപ്പോൾ നായകനേക്കാൾ കൂടുതൽ മറ്റു പല കഥാപാത്രങ്ങളും ആയിരിക്കും. അവരുടെ നാട്ടിലെ ജീവിതം വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ കൊണ്ട്. പക്ഷേ ഇതിൻ്റെ ടീസർ വന്നപ്പോൾ ജസ്റ്റ് സൽമാൻ ഖാൻ ഇങ്ങനെ വന്നിട്ടൊരു തടിയെടുത്ത് തിരിഞ്ഞു നിൽക്കുന്നത് മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ അതിനപ്പുറത്തേക്ക് അതിലൊന്നും ഇല്ലാതിരുന്നു എന്നുള്ളതാണ്. അപൂർവ ലാഖിയാണ് ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് വരട്ടെ, എന്നിട്ട് അതിനെക്കുറിച്ച് നമുക്ക് പറയാം. റിലീസ് ഡേറ്റ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ 17 ആൻഡ് മെയ് 15 ഞാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു റിലീസ് ഉണ്ട്. അത് നമ്മുടെ സമന്ത നായികയാവുന്ന സിനിമയാണ്. നന്ദിനി റെഡ്ഡിയാണ് ഇതിൻ്റെ ഡയറക്ടർ. മാ ഇന്റി ബംഗാരം എന്നാണ് സിനിമയുടെ പേര്. ഇതിൻ്റെ ഒരു ടീസർ റിയാക്ഷൻ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ഒരു നായകൻ സമാധാനപ്രിയനായി ജീവിക്കുന്നു, പക്ഷേ അയാൾക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു. ഭാഷ പറയുന്ന പോലെ എനിക്ക് ഇന്നൊരു പേരിരിക്കുന്നു പറയുന്ന പോലെ പണ്ട് അവർ ഭയങ്കര സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ പേരിലുള്ള പല പ്രശ്നങ്ങളും ഇപ്പോൾ ലൈഫിൽ നേരിടേണ്ടി വരുമ്പോൾ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഫാമിലിയെ പോലും അറിയിക്കാതെ അവർ ആ ഒരു മാസ് സൈഡ് അവർ കീപ്പ് ചെയ്ത് പോകുന്നു. ഇപ്പോൾ നോബഡി സിനിമയുടെയൊക്കെ കഥ പറയുന്ന പോലെ ഇതിലത് ചെയ്തിരിക്കുന്ന ഒരു ഫീമെയിൽ ക്യാരക്ടറാണ്. സമന്തയാണ് അത് അവതരിപ്പിക്കുന്നത്. അവർ പണ്ട് വൻ ടെററൊക്കെ ആയിരുന്നു, പക്ഷേ കല്യാണം കഴിഞ്ഞ് സമാധാനമായിട്ട് ഒരു വീട്ടിൽ ജീവിക്കാൻ തീരുമാനിക്കുമ്പോഴും അവർ പണ്ട് ചെയ്തതിൻ്റെ ബാക്കി പത്രം അവരെ ഫോളോ ചെയ്ത് വരികയാണ്. അപ്പോൾ അവർ റിയാക്ട് ചെയ്യുന്നു. ഫൈറ്റും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ടാണ് അതിൻ്റെ ടീസർ കട്ടിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു റിലീസാണ് മെയ് 15 ഇങ്ങനെ മെയ് ജൂൺ മാസം വരെയുള്ള റിലീസുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അതിനുശേഷമുള്ള റിലീസുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും, നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇതിനി വരാനിരിക്കുന്ന ഒരു 3 മാസം എങ്ങനെയായിരിക്കും എന്ന് പ്രതീക്ഷയോടെ നോക്കി കാണാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇനി നിങ്ങൾ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകൾ ഉണ്ടാവുമല്ലോ, അത് വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.